ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഞങ്ങളുള്ളത് ആലുവയിൽ നമ്മുടെ ആൻറ്റിയുടെ വീട്ടിലാണ്. ഇന്നിനി ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. നമ്മുടെ ഇക്കൂസിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അവന് ഫ്ലൈറ്റിൽ പോകണം എന്നുള്ളത്. ഏകദേശം അവനൊരു 3 വയസ്സ് ആയപ്പോൾ മുതൽ സംസാരിക്കാൻ ക്ലിയറായിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളത് കേട്ടോ. അവൻ്റെ അപ്പ പുറത്താണ്, ഫ്ലൈറ്റിലാണ് വരുന്നത് എന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ പറയുന്നൊരു കാര്യമായിരുന്നു ഫ്ലൈറ്റിൽ പോകണം എന്നുള്ളത്. അപ്പോൾ ഇന്നത് സാധിച്ചു കൊടുക്കാൻ പോവുകയാണ് അവൻ്റെ ആഗ്രഹം. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ആലുവയിലാണുള്ളത്. ഇന്ന് രാവിലെ 10:45 നമുക്ക് ഫ്ലൈറ്റ് കണ്ണൂരേക്ക്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഈ മാനിഫെസ്റ്റേഷൻ നടക്കുമോ ഇല്ലയോ എന്ന് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് നെഗറ്റീവും പോസിറ്റീവും നടക്കും. നമ്മൾ കൂടുതലായും നല്ല മനസ്സോടുകൂടി ഇരുന്നാൽ, നല്ല ചിന്തകളോടുകൂടി ഇരുന്നാൽ, നമ്മുടെ നല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ തീർച്ചയായും അത് നടന്നിരിക്കും. അത് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ആലോചിച്ചു കൊണ്ടേയിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ ഇക്കൂസിൻ്റെ ഫ്ലൈറ്റ് യാത്ര. അവന് ഞാൻ പറഞ്ഞ നേരത്തെ അറിയുന്ന കാലം മുതൽ അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫ്ലൈറ്റിൽ പോവുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് അവൻ്റെ മാനിഫെസ്റ്റേഷനാണ് നടക്കാൻ പോകുന്നത്, നടന്നിരിക്കുന്നത്. അവൻ അത്രയും ഫീലോടുകൂടി സന്തോഷത്തോടു കൂടി ഇതിനെക്കുറിച്ച് പറയാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അപ്പോൾ അവൻ്റെ മാനിഫെസ്റ്റേഷൻ നടന്നിരിക്കുകയാണ് കേട്ടോ. ഇതുകൂടി എനിക്ക് പറയണമെന്ന് തോന്നി. ഇപ്പം നമ്മൾ ഒരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്യ ടൈം 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലഗേജൊക്കെ എടുത്ത് വെച്ചു. നേരെ ഇനി എയർപോർട്ടിലേക്കാണ്, കൊച്ചി എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതേ ഇക്കൂസിന് ഭയങ്കര ഹാപ്പിനെസ്സിലാട്ടോ അവനിരിക്കുന്നത്. പക്ഷേ ഈസുവിന് അത്ര വലിയൊരു സന്തോഷമൊന്നും കണ്ടില്ല. അവൾക്ക് എന്താണെന്നൊന്നും ഒരു പിടുത്തമില്ലാത്തത് കൊണ്ടാവാം. പ്ലെയിൻ, എയർപോർട്ട് ഒക്കെ അറിയാമെങ്കിലും പക്ഷെ അത് എന്താണ് എന്നുള്ളൊരു ഇതൊന്നും, ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും മുഖത്ത് കണ്ടില്ല. പക്ഷെ കയറിയിരുന്നപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അവളുടെ മുഖത്ത്. അപ്പോൾ ഈസും ഇക്കുമോനും മമ്മിയാണ് ഫസ്റ്റ് ടൈം പ്ലെയിനിൽ കയറാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. ലഗേജൊക്കെ അത് എടുത്തുകൊണ്ട് ആൾ തള്ളിക്കൊണ്ട് പോകട്ടോ. ഭയങ്കര സന്തോഷമാണ്. അവർ കുഞ്ഞുനാൾ മുതലേ അവൻ പറയുന്നൊരാഗ്രഹമാണ്. അത് നമ്മൾ സാധിച്ചു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് എത്രയാത് നമുക്കത് അവരുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ ഒരു സന്തോഷമാണ് നമുക്കും. നമ്മൾ നേരെ പിന്നെ ലഗേജൊക്കെ കയറ്റി വിടാനായിട്ട് പോവുകയാണ് കേട്ടോ. അതൊക്കെ എടുത്ത് നമ്മൾ നേരെ മുകളിലേക്ക് പോയി. അവിടെ നിന്ന് നമ്മൾ പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അതുവരെ നമ്മളവിടെ ഇരുന്നു. മമ്മിയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പ്ലെയിൻ്റെ അടുത്തായിട്ട് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. നമ്മളങ്ങനെ ഫ്ലൈറ്റിലേക്ക് ഫ്ലൈ ചെയ്യാനായിട്ട് പോവാണ്ടോ. ഇതേ നടന്ന് പോവാണ്. ഒക്കെ അവിടെ ഷോപ്പിൽ കാണുന്ന ടോയ്സും കാര്യങ്ങളൊക്കെ, ചോക്ലേറ്റ്, അതൊക്കെയാണ് കണ്ടത്. അതൊക്കെ നോക്കി നടക്കുകയാണ് കേട്ടോ അതിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാക്കണേ. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ബസ് ഉണ്ടായിരുന്നു, അതിലേക്കാണ് നമ്മൾ കയറി പോകുന്നത് കേട്ടോ. അതിൽ കയറി നമ്മൾ നേരെ ഫ്ലൈറ്റിനടുത്തേക്ക് പോയി.